യോർദാൻ കഴിഞ്ഞാൽ നിൽക്കുന്നത് എരിഹോമാ. സ്പർശനത്തിലൂടെ യോർദാൻ വിഭാഗിച്ചെങ്കിൽ നിന്റെ വാ തുറന്ന് സ്തുതിക്കുമ്പോൾ നിന്റെ മുമ്പിലുള്ള എല്ലാ എരിഹോമും തകരും. ഈ സ്തുതിക്കുമ്പോഴും കയ്യടിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും എന്താ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ ആ ബോധം ഉള്ളവനാണ് വലിയ ജയാളിയായി മാറുന്നത്. ഈ ശത്രുക്കൾ നോക്കുമ്പോൾ ഇവർ പാട്ടും പാടി നടക്കുന്നു, സ്തുതിക്കുന്നു, കയ്യടിക്കുന്നു, ഒരു കുഴലെടുത്ത് കാഹള ഊതുന്നു. നീ സ്തുതിച്ചാൽ എത്ര വലിയ സംഭവം പൊളിയും, തകരും. സ്തുതിച്ചാ മതി, ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി പൊളിച്ചു തരും. അപ്പൊ ദൈവത്തിന്റെ ഒറ്റയ്ക്കല്ല ഒരു കാര്യം ചെയ്യുന്നത്. നീ കൈയടിക്കുമ്പോൾ, നീ വാതുറക്കുമ്പോൾ നീ വിചാരിക്കുന്നു ഞാൻ ആരാധിക്കുന്നു, ഞാൻ കൈയടിക്കുന്നു, ഞാൻ തൂതുപോകണം. സ്വർഗത്തിലെ കിളിവാതിലുകൾ ദൈവം തുറക്കും, ഏഞ്ചൽസ് അവിടെ ഇറങ്ങുന്നു. നീ വെറുതെ സ്തുതിക്കുമ്പോൾ തന്നെ ദൂതന്മാർ ചെന്ന് പൊളിക്കേണ്ടതിനെ പൊളിക്കും. അതുകൊണ്ടാ പറയുന്നത് മിണ്ടാതിരിക്കരുത്. നീ സ്തുതിച്ചുകൊണ്ടിരിക്കണം, നീ ആരാധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന സകല മതിലുകളും, സകല എരിഹോ മതിലുകളും പൊളിയാൻ പോവുകയാണ്.